എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ എഞ്ചിനീയറിംഗ്, ആർക്കിടെക്ചർ, ഫാർമസി, മെഡിക്കൽ അനുബന്ധ കോഴ്സുകളിലേക്കുള്ള അഡ്മിഷനുമായി ബന്ധപ്പെട്ട് പ്രവേശനത്തിനായിട്ട് അപേക്ഷ സമർപ്പിച്ച വിദ്യാർത്ഥികളുടെ അപേക്ഷയിലുള്ള തെറ്റുകൾ ഉള്ളവരുടെ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു. 2024-25 അധ്യയന വർഷത്തെ എഞ്ചിനീയറിംഗ്, ആർക്കിടെക്ചർ, ഫാർമസി, മെഡിക്കൽ അനുബന്ധ കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിനായിട്ട് ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിച്ചവരിൽ വിവിധ കാറ്റഗറിയിൽ സംവരണ ക്ലെയിം ചെയ്ത അതായത് NRI ഒഴികെ വിദ്യാർത്ഥികളിൽ അവർ സമർപ്പിച്ച രേഖകളിൽ ന്യൂനതകൾ ഉള്ളവരുടെ ലിസ്റ്റ് പ്രവേശന പരീക്ഷാ കമ്മീഷനുടെ www.ce.kerala.gov.in എന്ന വെബ്സൈറ്റിൽ ലഭ്യമാക്കിയിട്ടുണ്ട്. കീം 2024 കാൻഡിഡേറ്റ് പോർട്ടൽ എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് അവരുടെ അപേക്ഷ, അതായത് ലിങ്കിൽ ക്ലിക്ക് ചെയ്യില്ല, അതിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും നൽകി ലോഗിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫൈൽ കാണാൻ സാധിക്കുന്നതായിരിക്കും. പ്രൊഫൈൽ പേജിൽ ലഭ്യമായിട്ടുള്ള മെമ്മോ ഡീറ്റെയിൽസ് എന്നുള്ള മെനു ഐറ്റത്തിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ആപ്ലിക്കേഷനിലെ തെറ്റുകൾ സംബന്ധിച്ചുള്ള വിവരങ്ങൾ വിദ്യാർത്ഥികൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും. ന്യൂനതകൾ പരിഹരിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള രേഖകൾ അപേക്ഷകൻ ഓൺലൈനായിട്ട് തന്നെ 29-ാം തീയതി, അതായത് 29/7/2024 മുൻപായിട്ട് അപ്ലോഡ് ചെയ്യേണ്ടതാണ്. അപാകതകൾ പരിഹരിക്കുന്നതിന് പിന്നീട് വിദ്യാർത്ഥികൾക്ക് യാതൊരുവിധ അവസരം നൽകുന്നതായിരിക്കില്ല. ചിലപ്പോൾ മാത്രമേ പിന്നീട് ഒരു ചാൻസ് എങ്കിലും കിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾ നിർബന്ധമായിട്ടും ഈ ഒരു 29-ാം തീയതിക്കകം തന്നെ ആ ഒരു കാര്യങ്ങൾ പരിഹരിക്കുക. അനുബന്ധമായിട്ടുള്ള അതായത് അനുബന്ധ രേഖകളോ അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റുകളോ പ്രവേശന പരീക്ഷാ കമ്മീഷണറുടെ കാര്യാലയത്തിലേക്ക് അയക്കേണ്ടതില്ല. മേൽപ്പറഞ്ഞ നിശ്ചിത സമയത്തിനകം നേറ്റിവിറ്റി രേഖകളിലെ ന്യൂനതകൾ പരിഹരിക്കാത്തവരുടെ സാമുദായിക പ്രത്യേക സംവരണാനുകൂല്യങ്ങൾ റദ്ദാകുന്നതാണെന്നുള്ളത് പ്രത്യേകം സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾ ഈ ഒരു കീമിൻ്റെ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. അതായത് ce.kerala.gov.in എന്ന വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് കീം 2024 എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഡിഫക്റ്റീവ് ലിസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. ജസ്റ്റ് അതൊരു PDF രൂപത്തിലായിരിക്കും. ജസ്റ്റ് നിങ്ങൾ അത് ഡൗൺലോഡ് ചെയ്തെടുക്കുക. ഡൗൺലോഡ് ചെയ്തെടുത്ത ശേഷം നിങ്ങൾക്ക് ഇതിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കുക. അതായത് ഈ ഒരു PDFൽ കറക്റ്റായിട്ട് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ എന്താണ് നിങ്ങളുടെ ആപ്ലിക്കേഷനിലെ ഡിഫക്റ്റ് അത് നൽകിയിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ആദ്യത്തെ ഒരു വിദ്യാർത്ഥിയുടെ നോക്കുന്ന സമയത്ത് ഇൻകം സർട്ടിഫിക്കറ്റിലാണ് ഡിഫക്റ്റ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ രണ്ടാമത്തെ വിദ്യാർത്ഥികളുടെ ആ ഒരു സർട്ടിഫിക്കറ്റിൻ്റെ കാര്യത്തിൽ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ്, അതുപോലെ SG അതായത് സ്കൗട്ട് ആൻഡ് ഗൈഡ്സിൻ്റെ സർട്ടിഫിക്കറ്റിലാണ് അവിടെ നൽകിയിട്ടുള്ളത്. അതുപോലെ തന്നെ മൈനോറിറ്റി, അതുപോലെ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ്, EWS സർട്ടിഫിക്കറ്റ് എന്നിങ്ങനെയൊക്കെയുള്ള വിവിധ കാരണങ്ങൾ കൊണ്ട് ഡിഫക്റ്റ് ഇവിടെ നൽകിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ആപ്ലിക്കേഷനിൽ നിങ്ങൾക്ക് അതായത് എന്താണ് ഡിഫക്റ്റ് എന്നുള്ളത് സംബന്ധിച്ചുള്ള ഡീറ്റെയിൽസ് ഇതിൽ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഏകദേശം 817ഓളം പേജ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിരവധി വിദ്യാർത്ഥികളുടെ ആപ്ലിക്കേഷനിൽ ഡിഫക്റ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് ഈ ഒരു കാര്യങ്ങളൊക്കെ പരിശോധിച്ച് നിങ്ങൾ അപ്ലോഡ് ചെയ്ത ഡോക്യുമെൻറ്റ് തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ കറക്റ്റായിട്ട് ആ ഒരു കാര്യങ്ങൾ പരിഹരിക്കേണ്ടതാണ്. വിദ്യാർത്ഥികൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നതാണ് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ, പാസ്വേഡും അതുപോലെ ഇവിടെ കാണുന്ന ആക്സസ് കോഡ് നൽകി ലോഗിൻ ചെയ്തുകൊണ്ട് മെമ്മോ ഡീറ്റെയിൽസ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് ആപ്ലിക്കേഷനിലെ തെറ്റെന്താണ് അത് പരിഹരിക്കാനായി അതിൽ തെറ്റെന്താണെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടാകും. അത് പരിഹരിക്കാനായി ആവശ്യമായുള്ള ഡോക്യുമെൻറ്റ് അപ്ലോഡ് ചെയ്ത് 29-ാം തീയതിക്കകം നിങ്ങൾ ഈ ഒരു കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.